മഹേന്ദ്രനെ കാണാൻ വരുന്ന ഭദ്ര. അവർ വരുന്നത് കരഞ്ഞ് സങ്കടം പറയാനാണെന്നും അതിലൊന്നും വീണു പോകരുതെന്നും മഹേന്ദ്രനോട് സേവ്യർ. രവീന്ദ്രനാണ് അപർണയുടെ യഥാർത്ഥ അച്ഛനെന്ന് മഹേന്ദ്രനോട് പറയുന്ന ഭദ്ര. അത് കേട്ട് ഞെട്ടുന്ന മഹേന്ദ്രൻ അയാൾ ഈ കാര്യം സേവ്യറോട് പറയുന്നു. അപർണയുടെ അച്ഛൻ തന്റെ ജ്യേഷ്ഠനായ ജോൺ സേവ്യർ ആണെന്ന് തന്നോട് പറഞ്ഞതിന് അവർ മാപ്പ് പറയണമെന്ന് മഹേന്ദ്രനോട് സേവ്യർ. മഹേന്ദ്രൻ അവരോട് മാപ്പ് പറയാൻ പറയുന്നു. സേവ്യറോട് മാപ്പ് പറയുന്ന ഭദ്ര. അത് കേട്ട് രസിക്കുന്ന സേവ്യർ. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു വരുന്ന മീനാക്ഷി. ട്രീസയെ ഇനി ഇവിടെ നിർത്തരുതെന്നും അവരെ ഒഴിവാക്കണമെന്നും മീനാക്ഷിയോട് അപർണ. അതിന് സമയമായിട്ടില്ലെന്ന് മീനാക്ഷി. അപർണയുടെ അച്ഛൻ രവീന്ദ്രനാണെന്ന് ഭദ്ര അപർണയോട് നേരിട്ട് വന്ന് പറഞ്ഞത് മീനാക്ഷിയോട് പറയണമെന്ന് ട്രീസ. അങ്കലാപ്പിലാകുന്ന അപർണ. ഗുണ്ടയായ രഘുവിനെ ചോദ്യം ചെയ്യുന്ന ശ്രീറാം ചന്ദ്രശേഖർ. തുടർന്ന് കാണുക. ഈശ്വരൻ സാക്ഷിയായി അന്ത്യഘട്ടത്തിലേക്ക്. ഈശ്വരൻ സാക്ഷിയായി ഇനി 25 എപ്പിസോഡുകൾ മാത്രം. ഈ വിശാഖ് ഇപ്പൊ എവിടെ പറ, എവിടെ ഉണ്ട്? എനിക്കറിയില്ല സാറേ. പല സിമ്മിന്ന് അവന്റെ വിളി. ഇങ്ങോട്ട് വിളിച്ചോളും. നിങ്ങൾ തമ്മിൽ ആദ്യം കണ്ടപ്പോഴാ? അത് വക്കീലിന്റെ വീട്ടിൽ വെച്ചാ. ഏത് വീട്ടില്? വക്കീലിന്റെ ഇവിടുത്തെ വീട്ടിൽ വെച്ച്. എന്നാ? കഴിഞ്ഞ ആഴ്ച. കഴിഞ്ഞ ആഴ്ച എന്ന് പറയുമ്പോ കൊട്ടേഷൻ എടുക്കുന്നതിന് 2 ദിവസം മുമ്പാ. ഡയറക്റ്റഡ് ആയിരുന്നോ ഡീലിംഗ്? ആയിരുന്നോ? അതെ. എന്നെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിട്ടാ അവര് ഡൽഹിക്ക് പോയത്. അപ്പൊ ഈ വിശാഖ അവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? ആ. അവൻ എന്തെടുക്കായിരുന്നു അവിടെ? ബാൽക്കണി നിൽക്കുകയായിരുന്നു. അന്നവൻ വേറെ എന്തെങ്കിലും സംസാരിച്ചോടാ? ഇല്ല, അവിടെ നിൽക്കുന്നതേ കണ്ടുള്ളൂ. റീസയും വിശാഖും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? അതെ. സേവർ ഉണ്ടായിരുന്നോ? റീസയുടെ ഉപ്പാപ്പൻ? ഇല്ല, അയാളെ എനിക്കറിയില്ല. ബാലു, നോക്കിക്കോ അവനെ. സുരേഷ് ഇവിടെ ഉണ്ടാവണം. സർ. ആ മീനാക്ഷി, ആ ഡിസ്ചാർജ് ചെയ്തല്ലേ? അതെ സർ. എന്താ ശബ്ദത്തിലൊരു വിഷമം? പിന്നെ ഇവിടെ റീസ ഉണ്ടോ? ഉണ്ടായിരുന്നു. ഇപ്പൊ വീട്ടിലേക്ക് പോയി. എന്താ പ്രശ്നം? വല്യമ്മ ഇവിടെ വന്നിരുന്നു ഞാനില്ലാത്തപ്പോ. ഭദ്രയോ? എന്തിന്? അത് സർ, അത് അപ്പുവിന്റെ കുഞ്ഞിനെ കാണാനല്ലേ? അത് നല്ല കാര്യമല്ലേ? വല്യമ്മ വന്നത് കുഞ്ഞിനെ കാണാൻ മാത്രമല്ല, പിന്നെ അപ്പുവിനോട് ഒരു കാര്യം കൂടി പറയാനാ. എന്ത് കാര്യം? സാറന്ന് എന്നോട് പറഞ്ഞതല്ലേ, അത് എൻ്റെ അച്ഛനല്ല, അത് വേറൊരാളാണെന്ന്. അപ്പുവിൻ്റെ അച്ഛനല്ല എൻ്റെ അച്ഛനെന്ന് സാർ ഉറപ്പായിട്ട് പറഞ്ഞ കാര്യമല്ലേ? അതെ, ഉറപ്പ് പറഞ്ഞാണ്. പക്ഷെ വല്യമ്മ അങ്ങനെയല്ല സാർ ഇവിടെ വന്ന് പറഞ്ഞേ. അപ്പുവിനോടും നിഖിലിനോടും വല്യമ്മ മുഖത്ത് നോക്കി പറഞ്ഞു, എൻ്റെ അച്ഛനുമായിട്ടായിരുന്നു അവർക്ക്. എൻ്റെ അച്ഛൻ തന്നെയാണ് അപ്പുവിൻ്റെ അച്ഛനെന്ന്. ഭദ്ര അങ്ങനെ പറഞ്ഞു? അതെ സർ. അതൊരു ഷോക്കിംഗ് ഇൻഫർമേഷൻ ആണല്ലോ. എന്തൊക്കെയായാലും ഞാൻ ഭദ്രയോടൊന്ന് സംസാരിക്കട്ടെ. ഇത്രയും നാള് എല്ലാരും ചോദിച്ചിട്ട് പറയാതിരുന്നിട്ട് പെട്ടെന്നൊരു ദിവസം ഒരു ഉൾവിളി ഉണ്ടായതുപോലെ ഭദ്ര പറയണമെങ്കിൽ അതിനൊരു കാരണം വേണമല്ലോ. എന്റെ അറിവിൽ ഭദ്ര ഇക്കാര്യത്തെ കുറിച്ച് ആരോടൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല. എന്തായാലും ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വിളിക്കാം. ആ പിന്നെ മീനാക്ഷി അപകടപ്പെടുത്താൻ ശ്രമിച്ച ആള് ഇപ്പൊ ഞങ്ങളുടെ ലിസ്റ്റിലുണ്ട്. ആരാ സർ? ഒരു രഘു. രഘു? നമ്മുടെ ലിസ്റ്റിലൊന്നും ഇല്ലാത്തവനാ. പക്ഷെ അവൻ തന്നെയാണോന്ന് മീനാക്ഷി ഒന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും. ഞാൻ വിളിപ്പിക്കാം. ആദ്യം അവനൊന്ന് മെരുക്കിയെടുക്കട്ടെ. ആര് പറഞ്ഞിട്ട് അയാള്? അക്കാര്യത്തിൽ സംശയം എന്തിനാ മീനാക്ഷി? പക്ഷേ കാര്യങ്ങളൊന്ന് റെക്കോർഡ് ചെയ്യാൻ ഇത്തിരി സമയമെടുക്കും. മീനാക്ഷി പതുക്കെ വന്നാൽ മതി. ഓക്കെ? ശരി. കഴിക്കും.
ഞാൻ അപ്പോഴേ അപ്പുവിനോട് പറഞ്ഞതാ നിന്നോടൊന്നും പറയണ്ടെന്ന്. അവളത് എന്നോട് സമ്മതിച്ചതുവാ. എന്നിട്ട് അപ്പു തന്നെ കയറി പറയുകയും ചെയ്തു. മതി. ശ്രീറാം സാറാ ഇപ്പൊ എന്നെ വിളിച്ചേ. ശ്രീറാമോ? എന്തിന്? അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആരെ? എന്നെ ഇങ്ങനെ ആക്കിയില്ലേ ആ മനുഷ്യനെ. എന്നിട്ട് ഇൻട്രോഗേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. കൃത്യമായി കൺഫേം ചെയ്തിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ എന്നെ വിളിപ്പിക്കുമെന്ന് പറഞ്ഞു. ആരാ അയാള്? എന്തിനു വേണ്ടിയാ ഇത്? ഒരു ഗുണ്ട. അറിയില്ല ആരാ അയാളുടെ പിന്നിലെന്ന്. വേറെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. കണ്ടോ, ആ ട്രീസേജ് കാരണോ? ട്രീസേജ് അത്ര അലേർട്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ പൊക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ ഈ കേസ് ഇപ്പോഴും അവിടെ കിടക്കത്തേ ഉള്ളൂ. ആ ശ്രീറാമിന് എനിക്കത്ര വിശ്വാസമില്ല. നീ നോക്കണ്ട. നീ അന്ന് മെഡിക്കൽ കോളേജിൽ പോയ ദിവസം ആ ശ്രീറാം ഇവിടെ വന്നിരുന്നു. ഇവിടെ എന്ന്? നിനക്കെതിരെ ഈ അറ്റാക്ക് നടന്ന ദിവസം. എന്തിന്? അപ്പുവിനെ കാണാൻ. കൂടെ അപ്പുവിൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. ഫ്രണ്ടോ? അപ്പുവിൻ്റെ കൂടെ പ്രസ് ക്ലബിൽ ഉണ്ടായിരുന്ന ഒരു അരവിന്ദ് നായർ. നിനക്കറിയില്ലേ? ഇല്ല. പ്രസ് ക്ലബിൽ എനിക്കറിയാവുന്ന അപ്പുവിൻ്റെ സുഹൃത്ത് അത് നിത്യയാ. പിന്നെ അരുൺ, ആഷിഖ്, അഞ്ജലി ഇവരൊക്കെയാ. പക്ഷെ അങ്ങനെ ഒരാളുണ്ട്. അയാളുമായിട്ട് അപ്പുവിന് നല്ല അടുപ്പവും ഉണ്ടായിരുന്നു. എന്നോട് പക്ഷെ അവളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അടുപ്പം ഉണ്ടായിരുന്നെന്ന് മാത്രമല്ല, അപ്പു ആ പയ്യന് ഒരു പോലീസ് റെയ്ഡിൽ വെച്ച് അറസ്റ്റിലായിട്ടുമുണ്ട്. അറസ്റ്റിലായിരുന്നു? നമ്മുടെ അപ്പുവോ? നീൽ എന്താ ഈ പറയുന്നേ? അങ്ങനെ പറ്റിപ്പോയതാണെന്നാ പറയുന്നത്. ജൂഡോ ഒന്ന് അവരുടെ കൂടെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ആ പയ്യനില്ലേ, അവനൊരു ഫ്രോഡാ. അവന്റെ മൊഴിയെ പിടിച്ച് അപ്പുവിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ അയാൾ വന്നത്. അവനിപ്പോ അപ്പുവിനെ കുരുക്കാനായിട്ടാ സംസാരിക്കുന്നേ. എന്നിട്ട് അപ്പു ഒരുപാട് ഇമോഷണലായി. ശ്രീറാമല്ലേ, അയാളുടെ ചോദ്യങ്ങളല്ലേ. അവൾക്ക് പിടിച്ചു നിൽക്കുന്നതിനൊക്കെ ലിമിറ്റില്ലേ? എന്നിട്ട് ശ്രീറാം സാർ എന്താ പറഞ്ഞേ? ഇനിയും വരും, വിട്ടിട്ടില്ല എന്നൊക്കെ ഭീഷണി മുഴക്കിട്ടാ പോയത്. അപ്പു അത് പറഞ്ഞില്ലല്ലോ എന്നോട്. നീ ഇനി ഇത് ചോദിക്കാനൊന്നും നിൽക്കണ്ട. ചിലപ്പോൾ ഇനി അത് അവൾക്ക് വീണ്ടും വിഷമമാവും. അന്ന് തന്നെ അവൾ അത്രയും വിഷമിച്ചിരിക്കുകയായിരുന്നു. എന്നാലും ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. മീനു, അവളെന്താ ഇത് നിന്നോട് പോലും പറയാത്തെ? എല്ലാം തുറന്നു പറയുന്ന നിന്നോട് ഈ അരവിന്ദ് എന്ന് പറയുന്ന ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞിട്ടേ ഇല്ല? ഇല്ല. അപ്പോ അതിനകത്ത് മറച്ചു വെക്കാൻ തക്ക എന്തോ രഹസ്യമുണ്ട്. എങ്കിൽ നമ്മളോട് അവൾക്ക് തുറന്നു പറഞ്ഞൂടെ? നമ്മളൊരു സൊല്യൂഷൻ കണ്ടെത്തില്ലേ? അപ്പോഴത്തെ അവളുടെ ഭാവം കണ്ടപ്പോഴും എനിക്കെന്തോ കുഴപ്പം തോന്നിയതാ. അവള് പേടിച്ചിരുന്നു. മീനു, ഇതിലെന്തോ ഉണ്ട്. എനിക്കത് ഉറപ്പാ. നീ കഴിക്കും. മതി, വിശക്കുന്നില്ല. കടപ്പുറത്തെ പള്ളിയല്ലേ? കടൽക്കാറ്റേറ്റേ കൊച്ചിന് വരെ സൂക്കേടും വരരുത്. ഇതാരെ കാണാനാ? അത് വേണ്ടപ്പെട്ട ഒരാളാ. അതാരാ? അങ്ങോട്ട് പോയി കാണാൻ. വേണ്ടപ്പെട്ട ഒരാളാ. ചേച്ചിക്ക് അറിയില്ല. മീനാക്ഷി, നീ എവിടെ എത്തിയോ പൂ? ഇല്ല, ഇപ്പൊ എത്തും. മീനാക്ഷി, എനിക്കൊട്ടും താല്പര്യം ഉണ്ടായിട്ടല്ല
നിന്റെ ഒരൊറ്റ ആളുടെ നിർബന്ധം. അതൊന്നും സാരമില്ലടാ. വെളിച്ചനെ കണ്ടു കഴിയുമ്പം നിന്റെ എല്ലാ വിഷമങ്ങളും പിണക്കങ്ങളും മാറും. ഞാനല്ലേ പറയുന്നേ. നിഖിലേട്ടൻ നിന്റെ കൂടെ തന്നെ ഇല്ലേ? ഉണ്ട്. ഫുൾ സെക്യൂരിറ്റി ഇല്ല. ഒന്നും പേടിക്കണ്ട. നീ സൂക്ഷിച്ചാ മതി. അപ്പു എത്തിയാലും ഉടനെ വിളിക്കണേ. ശരി. എന്നിട്ട് താനതങ്ങ് വിശ്വസിച്ചോ? താനതങ്ങ് വെള്ളത്തിടാതെ വിഴുങ്ങിയല്ലേ? അതല്ല അവൻ വന്നു പറഞ്ഞ കാര്യം. ആരാവൻ? അപ്പുവിന്റെ ഫ്രണ്ടോ? അവൻ ഭദ്രയുടെ കൊട്ടേഷനായിരിക്കും. അവരല്ലേ എന്റെ പൊടുപോനെ കുറിച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്. അത് പറഞ്ഞുറപ്പിക്കാനായി പുതിയ ആൾക്കാരെ ഇറക്കിയതല്ലേ? ഉറപ്പാത്. ആ പോലീസ് ഓഫീസറും ഭദ്രയും കൂടെ ഒപ്പിച്ച പണിയാ. ഒരു സംശയവും ഇതിന്. എന്നാലും ഈ കേട്ടതിന്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് എടോ, തന്നെ ആർക്കും എന്തും പറഞ്ഞ് വിശ്വസിപ്പിക്കാം. താൻ ശുദ്ധനാ. അതറിഞ്ഞു വന്നതാവൻ. പണ്ട് താൻ വിശ്വസിച്ചതും അറിഞ്ഞതും ഒക്കെ തെറ്റാണെന്ന് തന്റെ ഭാര്യ തന്റെ മുഖത്തു നോക്കി പറഞ്ഞില്ലേ? ഇനിയെങ്കിലും താനൊരു മണ്ടനാകാതിരിക്കെ. എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റേതായ സംശയങ്ങളില്ലേ? പലരും പലതല്ലേ ഒന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ 6.5 കോടിയുടെ കേസ് ജയിക്കാനും ആ മുതൽ അടിച്ചെടുക്കാനും വേണ്ടി താനും ട്രീസയും ചേർന്ന് ഒരുക്കിയ നാടകമാണെന്നല്ലേ പറയുന്നത്? ജൂഡിന്റെ മരണമടക്കം എല്ലാം നിങ്ങളുടെ പ്ലാനാ, അങ്ങനെയല്ലേ പറയുന്നത്? അപ്പുവിന്റെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചതും നിങ്ങളാണെന്ന് എല്ലാരും പറയുന്നത്. പറയുന്നതൊക്കെ വിശ്വസിക്കാനാണെങ്കിൽ ഞാൻ എന്തൊക്കെ വിശ്വസിക്കണം? പറ. തന്റെ മനസ്സിൽ അങ്ങനെ ചില ചിന്തകളൊക്കെ ഉണ്ടല്ലേ? എങ്ങനെ ഉണ്ടാവാതിരിക്കും? എടോ, അല്പം ബുദ്ധിയും യുക്തിയും ഒക്കെ വെച്ച് ആലോചിക്കേ. ആർക്കാ എന്റെ പൊടിമോനെ വൃത്തികെട്ടവനാക്കേണ്ട ആവശ്യം? ആർക്കാ? ഭദ്രയ്ക്ക്. അവർ പറഞ്ഞ കഥയ്ക്ക്. അവർക്ക് കോടതിയിൽ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞ ന്യായങ്ങൾ നിലനിൽക്കണമെങ്കിൽ എന്റെ പൊടിമോൻ വൃത്തികെട്ടവനാവണം. ഇനിയവര് പറഞ്ഞുണ്ടാക്കും പുതിയ കഥകൾ. അപ്പുവിന്റെ കുഞ്ഞ് ഈ പറഞ്ഞു വന്നവൻ്റെതാണെന്ന് വരെ പറയും. ഇതിലൊക്കെ ചെന്ന് അവസാനിക്കൂ. ഈ പറഞ്ഞവന്മാരെ കൊണ്ടൊക്കെ മൊഴി മാറ്റി പറയിക്കും കോടതി. താൻ നോക്കിക്കോ. താനും അതിനെ നിന്നു കൊടുക്കുമായിരിക്കുമല്ലേ? എനിക്കറിയാം. എന്റെ കുഞ്ഞിനെ, എന്റെ പൊടിമോനെ താനും തള്ളി പറയും. തന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട്. എനിക്കറിയാം. തന്റെ മോള് വന്നല്ലോ. അവളോട് ചോദിക്കാം. അവൾ പറയും എന്റെ പൊടിമോന്റെ കാര്യം അവൾക്കാ പറയാൻ പറ്റുക. അവിടെ വായുന്നൊരു വാക്ക് വീണിട്ടുണ്ടോ അവനെ പറ്റി തെറ്റായിട്ട്? ഉണ്ടോ? വീഴില്ല. കാരണം അവൾക്ക് സത്യം പറഞ്ഞാൽ മതിയായിരുന്നു. നാട്ടുകാരും പോലീസുകാരും മാറി മാറി ചോദിച്ചിട്ടും തന്റെ ഭാര്യത പറഞ്ഞില്ലല്ലോ. അതെ, അവരുടെ മനസ്സിൽ കളങ്കമുള്ളതുകൊണ്ടാണ്. അപ്പു അന്തസ്സോടെ പറഞ്ഞില്ലേ അവിടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ജൂഡാണെന്ന്? അതെന്തുകൊണ്ടാ? അവിടെ മനസ്സിൽ കള്ളമില്ലാത്തത് കൊണ്ട്, അവിടെ സ്നേഹം സത്യമായതുകൊണ്ട്. താൻ പോയി അപ്പുവിനോട് സംസാരിക്കേ. ഞാനിവിടെ നിൽക്കാം. അപ്പുവിന്റെ കൈകരിക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ എന്റെ പൊടിമോൻ. അവന്റെ സ്വഭാവം പ്രശ്നമാണെന്ന് താൻ അവളോട് പറയാൻ പോവുകയാണെങ്കിൽ അതൊന്ന് സൂക്ഷിച്ചു വേണം. തന്നോടുള്ള അവളുടെ അകൽച്ചയൊന്ന് മാറി വരുന്നേ ഉള്ളൂ. പെട്ടെന്നത് തന്റെ വായെന്ന് കേൾക്കുമ്പോൾ അവൾ എങ്ങനാ പ്രതികരിക്കാന്ന് പറയാൻ പറ്റില്ല. ആലോചിച്ചു വേണം. ചെല്ല.
ആ പിന്നെ അപ്പുവിന്റെ അച്ഛൻ തന്നെയാണ് താൻ. അത് തന്നെ മനസ്സിൽ കരുതിയാ മതി. തന്റെ സഹോദരനല്ലേ അവളുടെ യഥാർത്ഥ അച്ഛൻ. അപ്പോ അച്ഛനെ പോലെ അല്ല, അച്ഛനാണ്. അത് മതി മനസ്സിൽ. ചെല്ലടോ, ചെല്ല്. അപ്പു, നിന്റെ മനസ്സിലിപ്പോ അച്ഛന്റെ സ്ഥാനം എന്താണെന്ന് എനിക്കറിയില്ല. ശരിയാ, എനിക്ക് നിന്നോട് ദേഷ്യം തോന്നിയിട്ടുണ്ട്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും നീ എൻ്റെ മോളാ, എൻ്റെ പൊന്നുമോള്. അതിലൊരു മാറ്റവും വന്നിട്ടില്ല. പക്ഷേ ഈ കുഞ്ഞിനെ ഈ പെരുവഴിയിൽ ഇങ്ങനെ കുഞ്ഞിനെ മാമോദിസ മുക്കണം, മതത്തിൽ ചേർക്കണം എന്നൊക്കെ സേവർ നിന്നോട് സംസാരിച്ചിരുന്നു അല്ലേ? അത് പറഞ്ഞപ്പോ നിന്റെ മറുപടി എന്തായിരുന്നു എന്നും ഞാൻ അറിഞ്ഞു. പക്ഷെ നിന്റെ തീരുമാനം എന്തോ അത് മതി, അതാണ് ശരി. ഈ അച്ഛൻ നിന്റെ കൂടെ തന്നെയുണ്ട്. ഞാൻ പോട്ടെ. മീനാക്ഷിക്ക് ചിലപ്പോൾ എൻ്റെ എന്തെങ്കിലും ആവശ്യം വന്നു എന്നിരിക്കും. ഇയാളും കൂടി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. മോളെ, ഇന്നലെ നിന്റെ ഒരു ഫ്രണ്ട് എന്നെ വന്ന് കണ്ടിരുന്നു. അരവിന്ദ് നായർ. ആ പോലീസ് ഓഫീസർ അവനെയും കൂട്ടി നിന്നെ വന്ന് കണ്ടിരുന്നു അല്ലേ? അവൻ ചില കാര്യങ്ങൾ പറഞ്ഞു എന്നോട്. ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ഒരു ചതിയാ. നിങ്ങളെ ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന ആ മനുഷ്യനില്ലേ സേവിയർ, പിന്നെ ആ ട്രീസ, ശ്രീറാം ചന്ദ്രശേഖർ, എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും അതാ ലക്ഷ്യം, അതാണ് ആവശ്യം. ഇതിനാണോ, ഇത് പറയാനാണോ ഇപ്പൊ എന്നെ ഇവിടെ വിളിച്ചു വരുന്നത്? പക്ഷേ അവനാണ് ചീറ്റ്, അരവിന്ദ്. അവന്റെ പിന്നിൽ നിന്ന് ആരൊക്കെയോ കളിക്കുക. അവന് വേറെന്തൊക്കെയോ പ്ലാനുകളാ. മോളെ, പക്ഷേ അവൻ പറഞ്ഞ കാര്യങ്ങൾ ചിലതൊക്കെ കൺവിൻസിംഗ് ആയിരുന്നു. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ എഴുതി ഒപ്പിട്ട് കൊടുത്ത ആ കടലാസ് അതൊരു സൈൻഡ് ഡോക്യുമെന്റാ. ഒരു മർഡർ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ അതൊക്കെ നിനക്കെതിരായിട്ട് വരും. എന്തെതിരായിട്ട് വരുമെന്ന്? അതൊന്ന് പോലീസ് സ്റ്റേഷനിൽ ഞാനും അവനും കൂടി പ്ലാൻ ചെയ്തൊരു മണ്ടത്തരോ. അത് വെച്ചിപ്പോ എനിക്കെതിരെ പ്ലേ ചെയ്യുന്നത് അവനാ ചീറ്റ്.
പക്ഷേ അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാ. അരവിന്ദുമായിട്ട് അങ്ങനെ ഒരു പ്രപ്പോസൽ വന്നിരുന്നു ഞാനും ഭദ്രയിൽ പറഞ്ഞാൽ പിന്നെ നിനക്കൊന്നും പേടിക്കണ്ടല്ലോ. എനിക്കല്ലെങ്കിലും പേടിയില്ല. എന്തിനാ ഞാൻ പേടിക്കുന്നത്? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ഒരു ചതിയാ. നിങ്ങളെ ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന ആ മനുഷ്യനില്ലേ, സേവിയർ, പിന്നെ ആ ട്രീസ, ശ്രീറാം ചന്ദ്രശേഖർ, എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും അതാ ലക്ഷ്യം, അതാണ് ആവശ്യം. അതിനുവേണ്ടി എല്ലാവരും നിൽക്കുന്നത്. മോളെ, പക്ഷെ ജൂഡിനെ കുറിച്ച് അവൻ ഫ്രോഡാണെന്നല്ലേ പറയുന്നത്? ആവട്ടെ, പറയട്ടെ, ആരെന്ത് വേണേലും പറയട്ടെ. എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല. എനിക്കറിയാം സത്യം. മോളെ ഞാൻ പറയുന്നു. വാ ചേച്ചി. അയാളെ വിളിച്ചിട്ടോ? സാർ, മീനാക്ഷിയെ കൊല്ലാൻ ശ്രമിച്ച പ്രതി ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. കൂട്ടുപ്രതികളിൽ ഒരാളെ പൊക്കാനുള്ള പോക്ക. അതിനൊരാളുടെ ഹെൽപ്പ് വേണം. ദാ വരുന്നു മിസ്റ്റർ തോമസ് സേവിയർ. കാര്യം പറ സാറേ, ഇതിനെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? എന്തുവാ ഇത്? സേവിച്ച പോലീസ് സ്റ്റേഷനിലേക്കല്ല, നിങ്ങളെ വീട്ടിലോട്ടാ. കാര്യം എന്തുവെന്ന് പറ. നിങ്ങളെ മോളെ ഒന്ന് കാണാൻ, അഡ്വക്കേറ്റ് ട്രീസ സേവിയർ.